ഹായ് നമസ്കാരം. ഹരിപ്പാട് ബീച്ച് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കും ഊഷ്മളമായ സ്വാഗതം. ഇത് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മഹാദീപികാട് കാർത്തികപ്പള്ളിയിൽ ഇത്ര പ്രസിദ്ധവും അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. മേജർ വലിയ കുളങ്ങര ഭദ്രകാളി. നമ്മുടെ 28 ദിവസത്തെ ഭവന സന്ദർശനം അമ്മയുടെ ഭക്തജനങ്ങൾ ഒരു വർഷം അവർ സേവിച്ചു വെക്കുന്ന സമ്പത്തും അല്ലെങ്കിൽ ധാന്യങ്ങളുമൊക്കെ അമ്മയ്ക്ക് നിരവധി ധാന്യങ്ങൾ പറയായും അല്ലെങ്കിൽ വിളക്കൻവലിയായും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ തിരുനാൾ ആഘോഷം ക്ഷണിക്കുവാനും കൂടിയാണ് ഭവനങ്ങളിൽ എത്തുന്നത്. അങ്ങനെ 28 ദിവസത്തെ ഭവന സന്ദർശനത്തിന് ശേഷം അമ്മ അകത്തെഴുന്നള്ളിയിരിക്കുകയാണ്. നമ്മൾ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സമർപ്പിച്ച ഓരോ വഴിപാടുകളും നേർച്ചകളും അമ്മ നമ്മുടെ ഭവനങ്ങളിൽ വന്നിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം അമ്മ അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രത്തോളം വ്രതവും അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ സമർപ്പിച്ചത്. അപ്പോൾ അതനുസരിച്ചായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഫലം പൂർണ്ണമാകുന്നത്. അപ്പം ഭവന സന്ദർശനം എത്തിയ സമയത്ത് അമ്മയുടെ കൂടെ ഒരു ഇലഞ്ഞി തൂപ്പും ചുമല പട്ടുമൊക്കെ ഉടുത്ത് ഒരാൾ നമ്മുടെ ദേവിയോട് ചേർന്ന് എപ്പോഴും കാണാറുള്ള ഒരാളുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ആ ഒരു ഐതിഹ്യവും അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യക്തി എന്താണ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പം എന്നോട് തന്നെ ഞാൻ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയണം എന്നൊരു തോന്നല് എനിക്കുണ്ടായി. അതുപോലെ നിങ്ങൾക്കും തോന്നിക്കുകയാണ്. ആ വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുജനാണ്. അയാളുടെ 3 തലമുറകൾ മാറി അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ ദൃഷ്ടിയും കണ്ണുദോഷവും അങ്ങനെ ഒരുപാട് ദോഷങ്ങളൊക്കെ ഈ ഭൂമിയിലെ എല്ലാ സർവ്വചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഈ പറയുന്ന ദോഷങ്ങളുണ്ടാകും. ദേവന്മാർക്കും എല്ലാവർക്കും ദോഷങ്ങളുണ്ട്. ഈ ദോഷങ്ങൾ മാറ്റുന്ന അമ്മയുടെ ദോഷങ്ങൾ മാറ്റുവാൻ വേണ്ടി പാരമ്പര്യമായിട്ട് അമ്മയുടെ ദാസനായി പ്രവർത്തിക്കുന്ന ഇപ്പോഴത്തെ തലമുറയിലുള്ള സന്തോഷം എന്ന് പറയുന്ന ആളിനെയാണ് നമ്മളിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഞാൻ വേലന്തറയിൽ ഗോപിനാഥൻ്റെ മകൻ സന്തോഷ് ഗോപിനാഥൻ. വലിയ കുളങ്ങര ക്ഷേത്രത്തിലെ പണ്ട് പുരാതന കാലം മുതൽ എൻ്റെ അപ്പന്മാർ മുതൽ കൊണ്ട് നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ അനുബന്ധമായിട്ട് എൻ്റെ അപ്പൻ്റെ കാലശേഷം ഞാൻ ആ വലിയ കുളങ്ങരമ്മയുടെ ദാസനായിട്ട് നടക്കുന്നു. 28 ദിവസങ്ങളുടെ ഭവന സന്ദർശനം കഴിഞ്ഞ് ഉത്സവ ആഘോഷമേളയിലേക്ക് എത്തിയിരിക്കുകയാണ് വലിയ കുളങ്ങര. അന്ന് മുതൽ 13-ാം തീയതി മുതൽ രാവിലത്തെ 6 മണിക്കുള്ള പറകുട്ടിപ്പാട്ടും എല്ലാം നടത്തി അമ്മയുടെ തൃപ്പാദങ്ങൾ അമ്മയുടെ ദോഷങ്ങൾ അകറ്റി, അമ്മയുടെയും ദേശത്തിൻ്റെയും ദേശനിവാസികളുടെയും ദോഷങ്ങൾ അകറ്റി ഈ വേലൻ ഇപ്പോഴും അമ്മയോടൊപ്പം ഉണ്ട്.